പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കർത്താവ് ഈ പ്രഭാതത്തിലെ അങ്ങയുടെ മക്കളെ കാത്തു കൊതിച്ചിരിക്കുകയാണ്. ഈശോയെ, നിന്റെ വലതുകരത്തിൻ്റെ ഒരാശീർവാദം കിട്ടാൻ വേണ്ടി കർത്താവ് ഇന്ന് യാത്രയ്ക്ക് ഒരുങ്ങുന്ന ഓരോ മക്കളുണ്ട്. ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോണവരുണ്ട്. ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട്. കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന് ആണിപ്പെടുതാന്ന് വലതുകരം മക്കളുടെ ശിരസ് വെക്കണമേ. അവർ പോകുന്നിടത്തേക്കല്ല, നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിന്റെ കൂടെ വരുമെന്ന് കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈശോയെ, അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സ്തോത്രം ചെയ്യുന്നു. മക്കളില്ലാത്തവർ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഈശോയെ,
ആശുപത്രി കിടക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ ബിസിനസ് ചെയ്തിട്ട് തകർന്നു പോകുന്നവരെയും കർത്താവ് ഇന്നെങ്കിലും 10 പൈസ കിട്ടുക ഈശോയെ, കച്ചവടം ചെയ്തിട്ട് നിവൃത്തിയില്ലാതിരിക്കുന്നവരുണ്ട്. കന്യൻ്റെ കയ്യിൽ പൈസ അകപ്പെട്ടു പോയവരുണ്ട്. അത് തിരക്കി പോകുന്നവരും ചോദിക്കാൻ പോകുന്നവരുണ്ട്. അപ്പം അവരെല്ലാം അവരുടെ ഉദ്യമങ്ങളെല്ലാം കർത്താവ് കൊച്ചു തോബിയാസിനെ നീ വിട്ടില്ലേ കടങ്ങൾ തിരിച്ചു കിട്ടി മേടിക്കാൻ വേണ്ടി? അതുപോലെ അന്ന് റാഫേൽ മാലാഖനൊക്കെ നീ കൂടെ വിട്ടില്ലേ? ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു വിട്ട മേടിക്കാൻ വേണ്ടി വിടുന്നവരുടെ കൂടെ പരിശുദ്ധമേ നീ കൂടെ വിടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ. കർത്താവേ, ഉദ്യോഗത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് അവരുടെ എല്ലാം കർത്താവിന് തിരുസേന സമർപ്പിക്കുന്നു. ടെസ്റ്റ്, ഇൻ്റർവ്യൂ, പരീക്ഷ, പിന്നെ ഏജൻസി, ക്രയവിക്രയങ്ങൾ, ജീവിതമാർഗങ്ങൾ, വിദൂര യാത്രകൾ, അങ്ങനെ ബന്ധുത്വം മുറക്ക് പോകുന്ന വിവാഹയാത്രകൾ, ഈശോയെ എവിടെയെല്ലാമൊക്കെ പോകുന്നു അവിടെയെല്ലാം അങ്ങയുടെ മക്കളുടെ കൂടെ നീ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മുഴുവൻ യാത്രകളിൽ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാവുകയും മാതാവ് നിൻ്റെ വലതുകരം ഗ്രഹിക്കുകയും സഞ്ചാരി മാതാവ് രാത്രി നീ തിരികെ വരുമ്പോൾ നിന്നെ ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും സുരക്ഷിതമായി ദൈവം നിന്നെ തിരികെ എത്തിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സുരക്ഷ നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ട ഈശോ കൈകാര്യം ചെയ്ത സബ്ജക്റ്റാണ് കളകൾ. മത്തായിയുടെ സുവിശേഷം 13:27 എടുത്തേ. വേലക്കാർ ചെന്ന് വീട്ടുടമസ്ഥനോട് ചോദിച്ചു, യജമാനനെ നീ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത്? പിന്നെ കളകളുണ്ടായത് എവിടെ നിന്ന്? അവൻ പറഞ്ഞു ശത്രുവാണ് ഇത് ചെയ്തത്. എൻ്റെ മക്കളെ, ഞാനിത് പറയാൻ കാര്യം അറിയോ? ഞാൻ പലപ്പോഴും ഈ വിഷയം ധ്യാനിപ്പിക്കുമ്പോൾ മനസ്സിൽ പരിശുദ്ധാത്മ പറയണതേ, ഞാനൊരു സൂചന തന്നായിരുന്നു ഇതേ പങ്ക്തിയിൽ. പരിശുദ്ധാത്മ പറയണതേ 2 തരം കളകളുണ്ടെന്നാണ് പറയണത്. ഒന്നിങ്ങനെ പുറമേ നിന്ന് കൊണ്ടുവന്ന് വിതച്ചിട്ട് പോയി കളഞ്ഞെന്ന് പറയത്തില്ലേ? രണ്ടാമത്തെ കള ആ മണ്ണിൽ തന്നെ തന്നെത്താൻ കിളുത്തു വരുന്ന സംഭവമുണ്ട്. നമുക്കറിയാമല്ല, എത്ര ഉണങ്ങി ഇപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളൊക്കെ വളരെ ഉണങ്ങി കിടക്കണ പറമ്പാണെങ്കിലും മഴ വന്നു കഴിയുമ്പോൾ 100,000 ചെടികൾ മുളച്ചവനെ കാണാം. വേര് പൊട്ടിയൊക്കെ മുളച്ചും അതിൻ്റെ തരി വീണ് അരി വീണൊക്കെ മുളക്കും. അപ്പം ഈ അകത്തുനിന്ന് മുളച്ചു വരും, ആ മണ്ണിൽ തന്നെ ആരും കൊണ്ടൊന്നും വാകാതെ തന്നെത്താൻ മുളച്ചു വരുന്ന. പണ്ടേ അവിടെ കിടന്നിരുന്നതാണ്. അനുകൂലമായ സാഹചര്യം വന്നപ്പോൾ ആ കള അകത്തുനിന്ന് ആരും കൊണ്ടൊന്നും പാകാതെ അകത്തുനിന്ന് മുളച്ചു വരും. ഈ അകത്തുനിന്ന് മുളച്ചു വന്നാലും പുറത്തുനിന്ന് കൊണ്ടുവന്ന് പാകി പിടിപ്പിച്ചാലും വിള നശിപ്പിച്ച് കളയും. അത് കളയുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം. ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോണ അകത്തുനിന്ന് വരുന്ന കളകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം ഞാനത് കാര്യം പറയട്ടെ, നിങ്ങൾക്കിപ്പോൾ ഒരു അനുഗ്രഹം കിട്ടി വിചാരിച്ചു. ഞാനീ പറയണത് സാക്ഷ്യം പറയാൻ ഒരിക്കലും വൈകരുത്. എന്താ കാര്യത്തെ കളകൾ വളരും അകത്തുനിന്ന്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലേ 7 വർഷമായിട്ട് അവർക്ക് മക്കളില്ല, മക്കളെ കിട്ടത്തില്ല എന്ന് ഡോക്ടേഴ്സും പറഞ്ഞു. മരുന്ന് കഴിക്കണില്ലേ. പക്ഷെ അവർ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് ഒറ്റ പ്രസവത്തിൽ 1 മാസം തന്നെ കഴിഞ്ഞപ്പോൾ തന്നെ പ്രഗ്നൻ്റായി. അവർക്ക് ഒറ്റ പ്രസവത്തിൽ 3 കുഞ്ഞുങ്ങളെ കിട്ടി. അവരിപ്പോൾ ഒന്ന് സാക്ഷ്യം പറഞ്ഞില്ലെങ്കിൽ എന്ത് പറ്റും? കുറച്ച് കഴിയുമ്പോൾ കളകൾ പണ്ടിതുപോലെ ഈ നമ്മുടെ ഇടത്തുവായിന്ന് ഞാൻ ഒരു കുഞ്ഞുങ്ങളെ എടുത്തു തുടങ്ങിക്കാൻ വന്നായിരുന്നു ഇവിടെ. അപ്പോൾ അവർക്ക് 14 കൊല്ലമായിട്ട് മക്കളില്ലായിരുന്നു. ഉടമ്പടി എടുത്തപ്പോൾ അവർക്ക് 3 കുഞ്ഞുങ്ങളെ കിട്ടി. അപ്പം ഞാൻ അവർ എടുത്തു തുടങ്ങിക്കാൻ വന്ന കുഞ്ഞിനങ്ങളാണ്. അപ്പം ഞാൻ ഇതുവരെ സാക്ഷ്യം പറഞ്ഞില്ലേ? ആ പറഞ്ഞത് ഞങ്ങൾ വരുവച്ചാന്ന് പറയും, ഇതുവരെ കണ്ടിട്ടില്ല. അതെന്താ സംഭവം? അപ്പം അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ അത് ദൈവത്തിനുള്ളതല്ലേ, അത് ദൈവത്തിന് കൊടുത്തില്ല.
അപ്പം എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ കളകൾ ഉള്ളിൽ നിന്ന് വളരാൻ തുടങ്ങും. എന്താണ്? അല്ലെങ്കിലും എനിക്ക് PSC എനിക്ക് ജോലി കിട്ടിയേനം, ഉടമ്പടി എടുത്തില്ലെങ്കിൽ കിട്ടിയേനം, അല്ല മറ്റവർക്ക് കിട്ടിയേനെ, കൂട്ടുകാർക്ക് കിട്ടിയല്ല, അവിടെ കിട്ടിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നീ ഉടനെ ദൈവത്തിന് കൊടുക്കാനുള്ള എടുത്തിട്ട് നീ സ്വയമായിട്ടത് നിൻ്റെ കഴിവിലാക്കി മാറ്റും. മക്കളുണ്ടാകുന്ന കാര്യം അതുപോലെ തന്നെയാണ്. സ്ഥലം വിൽക്കണ കാര്യം അങ്ങനെയാണ്. താമസിക്കും തോറും ഉള്ളിൽ കള വളരാൻ തുടങ്ങും. എന്താണ്? മക്കളല്ലെങ്കിൽ കിട്ടിയേനും. അപ്പോൾ ഡോക്ടർമാർ പറയും, ഇതൊക്കെ ഇങ്ങനെ ഇത് അവർ ഇംഗ്ലീഷ് ടെക്നിക്കൽ വാർഡൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയും. അതായത് വെറുതെ കുറേ നാൾ ഗർഭപാത്രം മക്കളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇരുന്നിട്ട് പെട്ടെന്നുണ്ടാകാൻ അപ്പോൾ ഒരു പ്രതിഭാസത്തെക്കുറിച്ച് പറയും. അപ്പോൾ നമുക്ക് അത് ശത്രു കൊണ്ടുവന്ന് പുറത്തുനിന്ന് വിതക്കും. ദൈവകാരികൾക്കും ഇങ്ങനെ കൊടുത്തത്, പക്ഷെ ആരെങ്കിലും വന്നിട്ട് അത് അവർക്ക് അങ്ങനെ കിട്ടിയ ഇവർക്ക് ഇങ്ങനെ കിട്ടിയത് മറ്റവർക്ക് ഇങ്ങനെ കിട്ടിയത് പറഞ്ഞുകൊണ്ട് കളകൾ പറിച്ചു. ഇതിനകത്ത് തന്നെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് തോന്നാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് കിട്ടിയതായിരിക്കും എന്ന് തോന്നും. അപ്പം കള അകത്തുനിന്ന് വളരുന്നതാണ്. എപ്പോഴും ഒരിക്കലും ശ്രദ്ധിക്കണം, ദൈവത്തിന് കൊടുക്കേണ്ടത് സ്വന്തമായിട്ട് എടുത്ത് ഉപയോഗിക്കരുത്. റോമ 1:21 എടുത്തേ. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുന്നതിന് അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നതിനും ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തി വിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്യും. എന്താണ് സാക്ഷ്യം പറയാതിരുന്നുള്ള കുഴപ്പം? അതാ, കുറച്ച് കഴിയുമ്പോൾ സ്വന്തം ക്രെഡിറ്റ് ആണെന്ന് വിചാരിക്കുക. അതാണ് ഉള്ളിൽ നിന്ന് വളരുന്ന കള. അതുകൊണ്ട് ഏറ്റവും നല്ലത് ദൈവാനുഗ്രഹം കിട്ടിയാൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തി നമ്മുടെ കടമ നിർവഹിക്കണം, അല്ലെങ്കിൽ അത് കടമായിട്ട് മാറും. അത് ദൈവത്തെ മഹത്വപ്പെടുത്തി അത് 10 മനുഷ്യരോട് നീ പറയണം. ഉടമ്പടി എടുത്താണെങ്കിൽ നീ കൃപാസനം അൾത്താരം എന്ന് പറയണം. അല്ലാതെ നീ പ്രാർത്ഥിക്കണതിൻ്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ മറ്റു മനുഷ്യർ പറയണം. നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം. കാര്യം ഈ മഹത്വപ്പെടുത്തുന്നത് എന്ന് പറയുന്നത് എപ്പോഴും ഏറ്റുപറച്ചിലാണ് വരണത്, അല്ലാതെ സ്വയംകൃത ചരിത്രമില്ല അതിൻ്റെ അകത്ത്. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിനെ ഞാൻ ഏറ്റുപറയും. അപ്പോൾ നമുക്കൊരു അനുഗ്രഹം ദൈവത്തിൽ നിന്ന് കിട്ടിയാൽ മറ്റുള്ളവർക്ക് വിശ്വാസം ഉണ്ടാകാൻ വേണ്ടി അത് നമ്മൾ ഏറ്റുപറയണം. ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ റോമ 4:20 അനുസരിച്ചുകൊണ്ട് നമ്മൾ വിശ്വാസത്തിൽ വളരും. ഞാൻ ആദ്യം തന്നെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് പരിശുദ്ധ മാതാവ് ഈശോ വഴി ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് മെർലിൻ, മമ്മിയുടെ പേര് ബിന്ദു. ഞങ്ങൾ വയനാട് ജില്ലയിലെ ദ്വാരക ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ മമ്മി 2020 മമ്മി ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. മമ്മി ഇപ്പം 13ാമത്തെ പുതുക്കലാണ്. ഞാൻ 2023 ഞാൻ 3ാമത്തെ പുതുക്കലും. മമ്മിയുടെ കൂട്ടുകാരി വഴിയാണ് ഞങ്ങൾ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞതും. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നു മമ്മി ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് മമ്മിക്ക് ഇങ്ങനെ ബ്രസ്റ്റിലൊരു മുഴയുണ്ടായി, മമ്മിക്ക് ഇങ്ങനെ കൈയൊന്നും പൊക്കാൻ പറ്റാതെയായി, അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നു. അപ്പം ഞങ്ങൾ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് ജോസഫ് അച്ഛൻ്റെ കയ്യിൽ നിന്ന് സായിത്ത് കിട്ടി. അത് മമ്മി വാഷ്റൂമിൽ പോയി പരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അത് ശരിയായി. പിന്നെ മമ്മിക്ക് 17 വർഷമായിട്ട് മൈഗ്രെയിൻ്റെ തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ ട്രാവലിംഗ് ഒന്നും ഒട്ടും പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ മാറിക്കിട്ടി. മമ്മീൻ്റെ തലവേദനയെല്ലാം മാറി. ഈ സമയത്തൊക്കെ ഞാൻ നേഴ്സിംഗ് പഠിക്കുമായിരുന്നു. നേഴ്സിംഗ് 3rd ഇയർ ആയിരുന്നു. അങ്ങനെ മമ്മി ഇങ്ങനെ കൃപാസനത്തെക്കുറിച്ച് പറയുമ്പോൾ ഒന്നും എനിക്കധികം വിശ്വാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് എൻ്റെ കാലയിലൊരു ആണി ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ വന്നിട്ട് ഡോക്ടറിനെ കണ്ടിട്ട് കോൺ ടേപ്പ് പൊട്ടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അത് വെള്ളം നനഞ്ഞപ്പോഴത്തേനും അത് കൂടുതൽ സ്പ്രെഡായി. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ മമ്മി പറയുന്ന പോലെ തൈലം തൂത്ത് പ്രാർത്ഥിച്ചേക്കാമെന്ന് വിചാരിച്ച് മമ്മീനോട് ഞാൻ പറഞ്ഞത് തൈലം തൂത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ കുരിശുവര കഴിഞ്ഞ് മമ്മി ഒരാഴ്ചത്തോളം തൈലം തൂത്ത് പ്രാർത്ഥിച്ചു. ഞാൻ പോലും അറിയാതെ അത് നോർമലായി, അത് അപ്രതീക്ഷിതമായി. അങ്ങനെ അതായിരുന്നു എൻ്റെ ജീവിതത്തിൽ മാതാവ് എനിക്ക് തന്ന ആദ്യത്തെ ഒരു അത്ഭുതം. ഇല്ലെങ്കിൽ ആദ്യമായിട്ട് മാതാവ് എന്നെ അനുഗ്രഹിച്ചത് അങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ നേഴ്സിംഗ് 1st ഇയർ 2nd ഇയർ 3rd ഇയർ എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. പക്ഷേ എപ്പോഴും ഞാൻ വിചാരിക്കും എനിക്കൊരു ഡിസ്റ്റിങ്ഷൻ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുമായിരുന്നു. പക്ഷേ അതിനുള്ളൊരു മെറിറ്റൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എക്സാമിന് മുന്നേക്ക് 7 പ്രാവശ്യം പ്രദക്ഷിണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കും.
പത്രമൊക്കെ കൊണ്ട് കോളേജിലെ പിള്ളേർക്കൊക്കെ കൊടുക്കും. അങ്ങനെ ഞാൻ 4th ഇയറിൽ എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി ചെയ്തു. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കും അവൾക്കും കൂടെ നല്ല മാർക്ക് കിട്ടി, ഞങ്ങൾക്ക് 2 പേർക്കും ഡിസ്റ്റിങ്ഷൻ കിട്ടണമെന്നൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 4th ഇയറിൻ്റെ റിസൾട്ട് വന്നു, ഞങ്ങൾക്ക് 2 പേർക്കും ഡിസ്റ്റിങ്ഷനും കിട്ടി. കോളേജ് ഓവറോൾ ഞങ്ങൾക്ക് 2nd കിട്ടി. പിന്നെ നേഴ്സിംഗ് പഠനം കഴിഞ്ഞു. ആ സമയത്ത് ഇനി എന്തിനു പോകും, ജോലി എടുത്താലും ഇപ്പം നേഴ്സിംഗ് കടം എടുത്ത് പഠിച്ചു. പുറകെ അനിയത്തിയും നേഴ്സിംഗ് പഠിക്കുന്നു. ഇനിയിപ്പോൾ അനിയൻ +2 കഴിഞ്ഞ് അവനും നേഴ്സിംഗ് എടുത്തു. അപ്പോൾ 3 പേരുടെ പഠനവും കടങ്ങളും ഒന്നും നമുക്ക് ചിലപ്പം താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ജോലിക്ക് പോകുന്നതുകൊണ്ട് എനിക്കൊന്നും കിട്ടാനില്ല, 10,000-10,000 രൂപ കിട്ടുമായിരിക്കും ഇവിടെ എവിടെയെങ്കിലും ജോലി ചെയ്താൽ. അപ്പോൾ ഞാൻ എന്നാൽ ജർമ്മൻ പഠിക്കാൻ പോകാമെന്നുള്ള രീതിയിൽ അതും കടം വാങ്ങി തന്നെ. ആ സമയത്തൊക്കെ ദൈവം നമുക്ക് ഓരോരുത്തരിലൂടെ എല്ലാം ചെയ്തു തന്നു. പൈസയായാലും കാര്യങ്ങളെല്ലാം മാതാവ് ഞങ്ങൾക്ക് സെറ്റാക്കി തന്നു. അങ്ങനെ ഞാൻ ജർമ്മൻ പഠിച്ചു. ജർമ്മൻ പഠിച്ചു കഴിഞ്ഞ് എക്സാം എഴുതണം, അതിനും പൈസ വേണം. പുറകെ അനിയനും നേഴ്സിംഗ് പഠിക്കുന്നു. അപ്പോഴൊക്കെ ഞങ്ങളിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിക്കും. പക്ഷെ ഞങ്ങൾക്ക് എല്ലാ സമയത്തും മാതാവ് ഓരോരുത്തരിലൂടെ സഹായങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കടവായിട്ടും ഒക്കെ ആയിട്ട് മാതാവ് ഞങ്ങളെ ഓരോരുത്തരിലൂടെ സഹായിച്ചു. ഒന്നിനും ഞങ്ങൾക്കൊരു മുട്ടുണ്ടായിട്ടില്ല സത്യം പറഞ്ഞാൽ. അത് കഴിഞ്ഞ് ഞാൻ ജർമ്മൻ ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതി. അപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു കിട്ടുമെന്ന രീതിയിൽ. ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് സാക്ഷ്യത്തിലേക്ക് ഉപ്പ് കൊണ്ടുപോയിടുന്നു അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ. പക്ഷേ എനിക്കതൊന്നും ഉൾക്കൊള്ളാൻ തീരെ പറ്റിയിരുന്നില്ല. ഉപ്പൊക്കെ എടുത്ത് കൊണ്ടുപോയി ഇടുക, അതിനോടൊന്നും എനിക്ക് തീരെ യോജിപ്പുണ്ടായിരുന്നില്ല. ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ എഴുതി, എനിക്ക് ഒരു മൊഡ്യൂളേ കിട്ടിയുള്ളൂ. അപ്പം ഞാൻ മനസ്സിലായി ഞാൻ അഹങ്കരിച്ച പോലെ എനിക്ക് തീരെ മെറിറ്റൊന്നും ഇല്ല, എൻ്റെ ഒരു കഴിവുകൊണ്ട് ഇതൊന്നും കിട്ടത്തില്ല എന്നുള്ള ഒരു ചിന്ത എനിക്ക് വന്നു. അങ്ങനെ ഞാനൊരു 3 അറ്റംപ്റ്റ് എഴുതി. 3 അറ്റംപ്റ്റ് എഴുതിയിട്ടും എനിക്ക് ഫുള്ള് കിട്ടിയില്ല. ഓരോരോ മൊഡ്യൂളൊക്കെ അവിടെ ഇവിടെയൊക്കെ കിട്ടി. എന്നിട്ട് ഞാൻ ആ 3ാമത്തെ അറ്റംപ്റ്റ് കിട്ടാതെ വന്നപ്പോഴാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അങ്ങനെ ഉടമ്പടി എടുത്ത് ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടി എനിക്ക്. അങ്ങനെ ആ എക്സാം എഴുതാൻ പോയി. പക്ഷേ ബ്ലെസ്സിങ് കിട്ടിയിട്ട് ഞാൻ തോറ്റുപോയി. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടിയിട്ട് ഞാൻ തോറ്റുപോയെന്ന്. സത്യം പറഞ്ഞാൽ അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടി, പക്ഷേ എനിക്ക് നല്ല അഹങ്കാരമായിരുന്നു. ഞാൻ വിചാരിച്ചു അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടിയില്ല, ഇനിയിപ്പോൾ പ്രാർത്ഥിക്കേണ്ട, കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യണ്ട, പത്രമൊന്നും കൊടുത്തില്ലെങ്കിലും സാരമില്ല എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ചങ്ങ് ഉഴപ്പി. ആ ഒരു ഇതിൽ ഞാൻ 3ാമത്തെ അറ്റംപ്റ്റും തോറ്റുപോയി. അത് കഴിഞ്ഞ് 4ാമത്തെ അറ്റംപ്റ്റ് എത്തി. 4ാമത്തെ അറ്റംപ്റ്റിൽ ഞാൻ കുമ്പസാരിച്ചു, കുറച്ചും കൂടി എളിമപ്പെട്ടു, കാര്യങ്ങളൊക്കെ നന്നായി ചെയ്തു. അപ്പോൾ എനിക്ക് നേരത്തെ ഒരു അനുഭവം ഉണ്ടല്ലോ അഹങ്കരിച്ചത് കൊണ്ടുള്ള. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. അവിടെ എനിക്ക് ഒരു മൊഡ്യൂൾ കിട്ടി. അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ 6 അറ്റംപ്റ്റ് എഴുതി. 6ാമത്തെ അറ്റംപ്റ്റിലാണ് ശരിക്കും ഞാൻ ചെയ്തത്. എല്ലാം കറക്റ്റായി ചെയ്തു, ഉടമ്പടി എല്ലാം കറക്റ്റായി നോക്കി, ഞാൻ പത്രമൊക്കെ കറക്റ്റായി കൊടുത്തു, എല്ലാം കറക്റ്റായി ഞാൻ ചെയ്തു, കുമ്പസാരിച്ചു, എല്ലാം ചെയ്തു. പിന്നെ കാരുണ്യ പ്രവർത്തികൾ, രോഗി സന്ദർശനം എല്ലാം ചെയ്ത് കറക്റ്റ്, എനിക്കൊരു മൈനസ് വരാത്ത വിധം ഞാൻ എല്ലാം നന്നായി നോക്കി തന്നെ ചെയ്തു. അപ്പം എനിക്കൊരു ബൈബിൾ വാക്യം കിട്ടി, 6 കഷ്ടതകൾ നിനക്ക് ഞാൻ തന്നു, 7ാമതൊന്നും എന്നെ തൊടുകയില്ലെന്ന്. അപ്പം തന്നെ എനിക്കൊരു ഉറപ്പായി ഇനിയിപ്പോൾ ഞാൻ ജയിക്കുമായിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ കൃപാസന ഉപ്പൊക്കെ ആ സെൻറ്ററിൽ, എക്സാം സെൻറ്ററിലിട്ട് പ്രാർത്ഥിച്ചു. ഇനി ഒരിക്കലും എക്സാം എഴുതാനായിട്ട് ഒരു സെൻറ്ററിലും വരരുതെന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ അതിൻ്റെ റിസൾട്ട് വന്നു. എനിക്ക് ഫുൾ മൊഡ്യൂൾ കിട്ടി. അങ്ങനെ എക്സാം പാസ്സായി. പിന്നെ എൻ്റെ വിസ എടുത്തു. പക്ഷേ ഞങ്ങൾക്ക് വയനാട്ടിൽ പാസ്പോർട്ട് ഓഫീസൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും കോഴിക്കോട് വന്നിട്ട് പാസ്പോർട്ടും വിസയും തിരിച്ച് പിന്നെ കൊച്ചിയിലേക്ക് തന്നെ. അപ്പം ഞാൻ വിചാരിച്ചു റിജക്റ്റ് ആയി, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, റിജക്റ്റ് ആയി എന്നുള്ള രീതിയിൽ. അപ്പോഴും ഞാൻ കൊച്ചി പോയപ്പം കുറച്ച് കൃപാസന ഉപ്പൊക്കെ എടുത്ത് എൻ്റെ പോക്കറ്റിലൊക്കെ ഇട്ട് കൊണ്ടുപോയി നന്നായി പ്രാർത്ഥിച്ചു. എന്തായാലും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്ന വിധം ഞാൻ എൻ്റെ മൈൻഡിനെ സെറ്റ് ചെയ്തു. ഞാൻ പോയി. പക്ഷേ എനിക്ക് റിജക്റ്റ് ഒന്നും അല്ലായിരുന്നു, വിസ വന്നു. ആ സമയമായപ്പോഴത്തേനും വിസ ലേറ്റ് ആയപ്പോഴത്തേനും എൻ്റെ ബാച്ചിൽ പോകേണ്ട പിള്ളേരെല്ലാം ജർമ്മനിയിലെത്തി, അവർക്ക് ക്ലാസ് തുടങ്ങി. അപ്പോഴും എനിക്കൊരു വിഷമം, ഇനിയിപ്പം 3 മാസം കഴിഞ്ഞേ പോക്ക് നടക്കുകയുള്ളൂ, കടങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുക, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ കൂടുതൽ ഉടമ്പടിയിൽ ഉറച്ചു നിന്നു. എനിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ തോന്നി. ഞാനും കൂടുതൽ കാര്യങ്ങൾ തന്നെ ഓരോരുത്തരെ സഹായിക്കാനും അങ്ങനെയൊക്കെ തുടങ്ങി. അപ്പം മമ്മിയും പപ്പയൊക്കെ ഇങ്ങനെ ഓൾഡ് ഏജ് ഹോമിൽ പോയി ഫുഡ് കൊടുക്കുന്നു, കിടപ്പ് രോഗികൾക്കൊക്കെ പോയിട്ട് അരി സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ എനിക്ക് അന്ന് ജോലിയില്ല, പൈസയൊന്നുമില്ല, ഒന്നും എൻ്റെ കയ്യിൽ എടുക്കാനില്ല. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിലുള്ളതാകെ കുറച്ച് സമയമുണ്ട്, പിന്നെ അധ്വാനം ഇല്ലെങ്കിൽ ആരോഗ്യ എനർജി, അതൊക്കെ എൻ്റെ കയ്യിലുള്ളൂ. അങ്ങനെ വിചാരിച്ച് ഞാൻ ഒരു ഹോസ്പിറ്റലിൽ ഒരു സംഘടന ഇങ്ങനെ ഫുഡ് കൊടുക്കുന്നുണ്ട് അവിടെ വരുന്ന രോഗികൾക്കും ബന്ധുക്കൾക്കൊക്കെ. അപ്പോൾ ഞാനും അതിൽ പോയി ചേർന്നു. ജസ്റ്റ് പച്ചക്കറി അരിഞ്ഞു കൊടുക്കുക, പാത്രം കഴുകി കൊടുക്കുക, ഫുഡ് വിളമ്പി കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം രാവിലെ പോയാൽ ഉച്ച വരെ. അങ്ങനെ ഞാൻ എല്ലാ ശനിയാഴ്ചയും പോയി അതൊക്കെ നന്നായി ചെയ്തു. അങ്ങനെ അപ്പോൾ എന്നെ കൊണ്ടുവന്ന ജർമ്മനിക്ക് കൊണ്ടുവന്ന് അവർ പറഞ്ഞു, എന്നാൽ നീ ഇപ്പം തന്നെ കയറിപ്പോരെ, 4 ദിവസമേ ഉള്ളൂ, 4 ദിവസം കൊണ്ട് കയറിപ്പോരെ എന്ന് പറഞ്ഞു. ഞാനും എൻ്റെ സെയിം ആ ബാച്ചുകാരുടെ ഒപ്പം എനിക്കും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റി. എല്ലാം നന്നായി തന്നെ നടന്നു. അവിടെ ചെന്ന് കഴിഞ്ഞു എനിക്ക് ഭയങ്കര ഒറ്റപ്പെടലായിരുന്നു. അപ്പോൾ അതുവരെ ഞാനിങ്ങനെ കാശ് രൂപമൊന്നും
കൈ പിടിക്കുകയൊന്നുമില്ല. ഞാനൊരു ബോക്സിനകത്തിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുമായിരുന്നു. അപ്പം ഈ ഒറ്റപ്പെടലിൻ്റെ നടുവിൽ ഞാൻ ഈ കാശ് രൂപ എടുത്തിടാൻ തുടങ്ങി. എന്ത് വന്നാലും ഇങ്ങനെ സംസാരിക്കും, കൂടുതലായിട്ട് ദൈവത്തോട് സംസാരിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ആ ഒറ്റപ്പെടലിലൊക്കെ ഞാൻ കൂടുതലായിട്ട് ദൈവത്തോട് അടുത്തു, ഇല്ലെങ്കിൽ മാതാവിനോട് അടുത്തു. കൂടുതൽ ഞാനിങ്ങനെ ഓരോന്ന് സംസാരിക്കും. രാവിലെ മുതലുള്ള കാര്യങ്ങൾ പറയാൻ എനിക്ക് ആരുമില്ല. ആ സമയത്ത് ഞാനിങ്ങനെ ചുമ്മാ സംസാരിക്കും. മാതാവിൻ്റെ കാശ് രൂപം എടുത്തിട്ട് ചുമ്മാ രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്ന കാര്യങ്ങൾ പറയും, ഇല്ലെങ്കിൽ നാളത്തേക്കുള്ള കാര്യങ്ങൾ പറയും. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ ജർമ്മനിൽ പറയാമെന്ന് വിചാരിച്ചു. ഞാൻ കൂടുതൽ ചുമ്മാ ഇങ്ങനെ ജർമ്മനിലൊക്കെ പറഞ്ഞു നോക്കും, അങ്ങനെയൊക്കെ. പിന്നെ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് കയറി. ഇവിടുന്ന് എക്സ്പീരിയൻസ് ഇല്ലാതെ പോയി. അവിടെ എത്തി കഴിഞ്ഞപ്പോൾ ഭാഷ വേറെ. ഭാഷ നമ്മൾ എത്ര ഇവിടുന്ന് പഠിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ എത്തുമ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അവർ പറയുന്ന മനസ്സിലാവുമോ ഇല്ലെങ്കിൽ ഇതാവുന്നില്ല. അവർ ഒരു വേർഡ് പോലും ഇംഗ്ലീഷ് പറയത്തില്ല, ഫുൾ ജർമ്മൻ ആയിരിക്കും. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഇല്ല. അവരോടിപ്പം നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലെന്ന് പറഞ്ഞാലൊന്നും അവർക്കത് അക്സെപ്റ്റ്. നമ്മൾ 4 വർഷം പഠിച്ചിട്ട് ഇവിടുന്ന് ചെല്ലുന്നു, അപ്പം അവർക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങനെ ഞാൻ അവിടെ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. എനിക്കെന്തോ അവിടെ സെറ്റാവുന്നില്ലായിരുന്നു. അങ്ങനെ അവിടെയും ഞാൻ എൻ്റെ വാർഡിലും ഹോസ്പിറ്റലിലും ഒക്കെ ഞാൻ പോക്കറ്റിൽ ഉപ്പ് ഇട്ടുകൊണ്ട് പോകും. അങ്ങനെ ഉപ്പ് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ അവിടെ സെറ്റായി. എനിക്ക് ആ അറ്റ്മോസ്ഫിയർ കുഴപ്പമില്ല. അവിടുത്തെ ആൾക്കാരോടും അഡ്ജസ്റ്റായി, എല്ലാം അങ്ങനെ ഓക്കെ ആയി വന്നു. ആ സമയത്ത് എക്സാം ഉണ്ട്, ഇനി രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ എക്സാം ഉണ്ട്. രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ എക്സാം എന്ന് പറഞ്ഞാൽ നമ്മൾ തിയറിയും ഉണ്ട് പ്രാക്ടിക്കും ഉണ്ട്. തിയറി എനിക്ക് ഓക്കെയാണ്, കുഴപ്പമില്ല. പക്ഷെ പ്രാക്ടിക്കം വരുമ്പോഴത്തേനും ഞാനിങ്ങനെ ചുമന്ന് ഒരു റെഡ് കളറിലൊക്കെ ആവും, ഫുള്ള് വേർത്ത്. അപ്പോഴത്തേനും എനിക്ക് സത്യം പറഞ്ഞാൽ ഉള്ളി പേടിയില്ല. പക്ഷേ എന്നെ കാണുന്ന എക്സാമിനേഴ്സ് പറയും നിനക്ക് എന്തോ പേടിയുണ്ടല്ലോ എന്നുള്ള രീതി പറയും. പക്ഷേ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഇങ്ങനെയാണ്, എന്തെങ്കിലും എക്സാമൊക്കെ ആകുമ്പോഴത്തേനും ഇങ്ങനെ ഒരു റെഡ് ആവും, അത് നോർമലാന്ന് പറയുമ്പോൾ അവർ പറഞ്ഞു നിനക്ക് പേടിയായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ. അങ്ങനെ അവിടെയും ഞാൻ നന്നായി പ്രാർത്ഥിച്ചു. ആ സമയത്ത് മമ്മിയും പപ്പയൊക്കെ ഇവിടെ ഇരുന്ന് കൂടുതൽ കാര്യങ്ങൾ ചെയ്തു. ഞാനും കുമ്പസാരിക്കുകയൊക്കെ ചെയ്തു. എനിക്ക് എപ്പോഴും എന്തെങ്കിലും അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് മുന്നേ ഞാൻ കുമ്പസാരിക്കുകയാണെങ്കിൽ എനിക്കത് ഉറപ്പാണ് കിട്ടും. അങ്ങനെ ഒരു വിശ്വാസം എനിക്കുണ്ട്. എന്നിട്ട് ഞാൻ കുമ്പസാരിച്ച് എക്സാം പ്രാക്ടിക്കം ചെയ്തു. അങ്ങനെ അവിടെ ഞാൻ രജിസ്റ്റേർഡ് നേഴ്സായി. ഇപ്പം ഞാൻ ജർമ്മനിയിൽ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ഈ ജനുവരിയിൽ 2 വർഷമാകും. അങ്ങനെ എൻ്റെ കുടുംബത്തിലെ കടങ്ങളെല്ലാം ഏകദേശം തീർന്നു തുടങ്ങി. പിന്നെ അനിയൻ്റെ പഠനം, അനിയത്തീൻ്റെ പഠനം. അനിയത്തി ഇപ്പം നേഴ്സിംഗ് കഴിഞ്ഞു, ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അനിയൻ നേഴ്സിംഗ് 2nd ഇയർ. അങ്ങനെ വീട്ടിലെ കാര്യങ്ങൾ ഏകദേശം സെറ്റായി. അതുപോലെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഞങ്ങൾ വീട് പണിയുവാണെങ്കിൽ ഇപ്പം ഉള്ള സ്ഥലത്തല്ല, കുറച്ച് സ്ഥലം വാങ്ങിയിട്ട് പണിയണമെന്ന്. അപ്പം ഞാൻ ചെറുപ്പത്തിൽ എന്തോ മനസ്സിൽ തോന്നിയ ഒരു ഇതിന് മമ്മി ഉടമ്പടി എടുത്ത സമയത്ത്, ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിലുള്ള സ്ഥലത്തിൽ ഈ സ്ഥലത്ത് പണിതാൽ കൊള്ളാമെന്നുള്ള രീതിയിൽ ഞാൻ അവിടെയും കുറച്ചിങ്ങനെ ഉപ്പ് കൊണ്ടുപോയിട്ട് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പം അന്ന് എനിക്കത് മനസ്സിൽ തോന്നി ചെറിയൊരു ആഗ്രഹമാണ്. പക്ഷേ 2020 ഞാൻ അങ്ങനെ ചുമ്മാ വീടിൻ്റെ മുമ്പിൽ നിന്നിപ്പോൾ പ്രാർത്ഥിച്ചതാണ്. പക്ഷേ ആ സ്ഥലം ഈ 5 വർഷം മാതാവ് എനിക്ക് വേണ്ടി കരുതി വെച്ചു. ഇപ്പം ഞാൻ ജോലി കിട്ടി, സാലറി കൊണ്ട് 1 ഏക്കർ സ്ഥലം മേടിച്ചു. അങ്ങനെ വീട് പണി തുടങ്ങാൻ പോകുന്നു. അങ്ങനെ ഞങ്ങൾ സാമ്പത്തികമായിട്ടും എല്ലാ കാര്യങ്ങളും കൊണ്ടും സെറ്റായി. അനിയൻ്റെ പഠനം, അനിയത്തിൻ്റെ പഠനം എല്ലാം കുഴപ്പമില്ലാതെ പോകുന്നു. വീട്ടിലെ സമാധാനം എല്ലാം കൊണ്ടും ഞങ്ങൾ ഓക്കെ ആയി. പിന്നെ ഞാൻ കൂടുതലായിട്ട് പത്രങ്ങൾ കൊടുത്തത് ആദ്യമൊക്കെ ഞാനിങ്ങനെ ബസ് സ്റ്റാൻഡിൽ പോയാൽ എവിടെ പോയാലും ഞാൻ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. പിന്നെ ഞാൻ കൂടുതൽ യൂത്തായിട്ടുള്ളവർക്ക് കൊടുക്കാൻ തുടങ്ങി. ഇപ്പം എൻ്റെ കൂടെ മമ്മിയും പപ്പയൊക്കെ ആയാലും അവരെല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, അയൽവക്കക്കാർക്ക് കൊടുക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ കൊണ്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പിള്ളേരാരും കൂടുതൽ ഒഴിഞ്ഞൊഴിഞ്ഞ് മാറിപ്പോകുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ചെല്ലും, എന്നെ കാണുമ്പോഴത്തേനും പിള്ളേരൊക്കെ വരും. ഇപ്പോൾ എൻ്റെ ഏജിലുള്ളവരായാലും എന്നോട് സംസാരിക്കാൻ വേണ്ടി വരും. അപ്പം ഞാൻ ഈ പത്രം കൊടുത്ത് കൂടുതൽ അവരോട് പറഞ്ഞൊക്കെ കൊടുക്കും. എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ചിലപ്പം ഇപ്പോഴത്തെ ഒരു ഇതിൽ സങ്കടം അനുഭവിക്കുന്ന എന്നെപ്പോലെയുള്ള പിള്ളേരായിരിക്കും. ഇപ്പം കുടുംബത്തിന് വേണ്ടി എന്ത് ചെയ്യും, പഠിച്ചിട്ട് ജയിക്കുന്നില്ല, അല്ലെങ്കിൽ ഇനി ഒരു ജോലി വേണം എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ സങ്കടം അനുഭവിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ള പിള്ളേരായിരിക്കും തോന്നിയുകൊണ്ട് തന്നെ ഞാൻ അവർക്കാണ് കൂടുതൽ പത്രങ്ങൾ കൊടുത്തിട്ടുള്ളത്. ആദ്യമൊക്കെ അവർ റിജക്റ്റ് ചെയ്യും എന്നോട്. പിന്നെ നീ പോയോന്ന് എന്നോട് ചോദിക്കുക, നിനക്ക് എന്തെങ്കിലും അനുഗ്രഹം കിട്ടിയോന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ കുറേ അനുഗ്രഹമുണ്ട്. അപ്പോൾ അതും അവർക്കും അക്സെപ്റ്റബിൾ ആണ്. ഓക്കെ, അങ്ങനെ ഞാൻ കൂടുതലായിട്ട് യൂത്തിനെ ഫോക്കസ് ചെയ്ത് കൊടുത്തു. ഇപ്പം ഞാൻ ജർമ്മനി പോകുമ്പോഴായാലും ഇതെൻ്റെ ഫസ്റ്റത്തെ ലീവാണ്. ഞാനായാലും ജർമ്മൻ പത്രമാണ് ഞാൻ മേടിച്ചു. അത് അവിടെയുള്ളവർക്ക് കൊടുക്കാനൊക്കെ ആയിട്ട് അങ്ങനെ ഞാൻ ഓരോ പ്രാവശ്യം എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യാനൊക്കെ ട്രൈ ചെയ്യുന്നു. എല്ലാം അത്യാവശ്യം സക്സസ് ആയി പോകുന്നു. അങ്ങനെ ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഒന്നും കൂടെ നന്ദി പറയുന്നു. മത്തായി 6:30 മുതൽ 33 വരെ തിരുവചനങ്ങൾ. ഇന്നുള്ളതും നാളെ അടുപ്പിൽ എറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല. അതിനാൽ എന്തു ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം
മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ബിന്ദു ബേബി എന്ന ഈ അമ്മയും മെർലിൻ എന്ന ഈ മകളും ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഭവങ്ങളെ അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഉടമ്പടി സറണ്ടറിങ് ആണ്. ദൈവസന്നിധിയിൽ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥകളിൽ പൂർണ്ണമായി ദൈവത്തിന് നമ്മളെ വിട്ടുകൊടുത്തുകൊണ്ട് ദൈവത്തിന് മുമ്പിലുള്ള സറണ്ടറിങ് ആണ് ശരിക്കും ഉടമ്പടി. അവിടെ നമുക്ക് ദൈവവുമായി ഒരു മൽപ്പിടുത്തത്തിന് അവകാശമില്ല. ഉടമ്പടി എടുത്ത് ദൈവത്തോട് നമ്മൾ മൽപ്പിടുത്തം നടത്തുകയാണെങ്കിൽ ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കും. മകൾ തന്നെ തിരിച്ചറിയുന്നുണ്ട്, ഞാൻ അല്പം കൂടി നേരത്തെ എൻ്റെ ജീവിതത്തെ ഒന്ന് ഉടമ്പടി പ്രകാരം ക്രമപ്പെടുത്തുകയും എളിമപ്പെടുത്തുകയും വിശുദ്ധീകരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ എനിക്ക് അനുഗ്രഹങ്ങൾ നേരത്തെ കരഗതമാകുമായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതുകൊണ്ട് മകൾക്ക് ചില ബോധ്യങ്ങളുണ്ട്. അത് അനുതപിച്ച് വേണം ഏതൊരു കാര്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുവാൻ. അനുതപിക്കുന്നത് അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനമാണ്. അതാണ് മകൾ പറയുന്നത്, ഞാൻ എപ്പോഴൊക്കെ വിജയിച്ചിട്ടുണ്ടോ, ഞാൻ എപ്പോഴൊക്കെ വിദേശത്തേക്ക് പോകുവാനുള്ള കാര്യങ്ങൾ എനിക്ക് ശരിയായി വന്നിട്ടുണ്ടോ, അപ്പോഴൊക്കെ അതിനു മുമ്പ് ഞാൻ കൃത്യമായി കുമ്പസാരിച്ചിട്ടുണ്ട്. ഒരു നല്ല കുമ്പസാരത്തിലൂടെ എൻ്റെ കറകളെ കുറവുകളെ കഴുകി ശുദ്ധീകരിച്ചുകൊണ്ട് ദൈവവര പ്രസാദത്തിന് എൻ്റെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ടാണ് ഞാൻ അമ്മ മാതാവിൻ്റെ അരികിൽ പ്രാർത്ഥിച്ചതെങ്കിൽ ആ വിഷയങ്ങളൊക്കെയും എനിക്ക് അമ്മ മാതാവ് നേടിത്തന്നിട്ടുണ്ട്. മകളുടെ ആ സാക്ഷ്യത്തിൽ സുന്ദരമായിട്ട് അവൾ എന്താണോ ആയിരിക്കുന്ന അവസ്ഥകളെ അവൾ ശാന്തമായി നമ്മൾക്ക് വിശദീകരിച്ച് തരികയാണ്. മകൾ പറയുന്നുണ്ട്, ഞാൻ വിദേശത്ത് ചെന്നു, അവിടെ പോകുവാനുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. ഞാനിങ്ങനെ 3 മാസം വൈകും, കടങ്ങൾ ഒത്തിരി കൂടി വരുന്നു. എൻ്റെ ഉടമ്പടി ഞാൻ വിശുദ്ധിയിലും വിശ്വസ്തതയിലും ജീവിക്കുമ്പോൾ 4 ദിവസം കൊണ്ട് ജർമ്മനിയിലേക്ക് പോകുവാനുള്ള വഴികൾ എനിക്ക് തുറന്നു കിട്ടി. എൻ്റെ കൂടെ പോയവരുടെ ബാച്ചിനൊപ്പം എൻ്റെ പഠനത്തിനുള്ള അവസരം ഒരുക്കി തന്നു. മകൾ പറയുന്നുണ്ട്, അതിനൊരു കാരണം അത് ഞാൻ കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ സന്മനസ്സായി. എന്തെങ്കിലും ചെയ്യുകയല്ല, അറിഞ്ഞ് നല്ല മനസ്സോടെ ഞാൻ കാരുണ്യ പ്രവൃത്തി ചെയ്ത് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ എനിക്ക് കൃത്യമായി കോൾ വരികയും പോകുവാനുള്ള വഴി തുറക്കുകയും എൻ്റെ വിദേശത്തേക്കുള്ള ജർമ്മനിയിലേക്കുള്ള യാത്ര നടക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഉടമ്പടിയോട് പുലർത്തുന്ന വിശ്വസ്തതയ്ക്ക് ദൈവം എപ്പോഴും മെറിറ്റ് കൽപ്പിക്കുന്നുണ്ട്. നമുക്കത് അനുഗ്രഹത്തിന് അടിസ്ഥാനമായി മാറും. ചിലപ്പോഴൊക്കെ നമ്മൾ ഓർക്കും, നമ്മളിങ്ങനെ ജീവിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പറയുന്നത് പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ചെയ്യുന്നതിന് നമ്മുടെ ആത്മാവും മനസ്സും ചേർത്ത് വെച്ചിരിക്കണം. എന്തെങ്കിലും യാന്ത്രികമായി ചെയ്തു പോവുകയല്ല, മറിച്ച് ഇതെൻ്റെ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി അറിഞ്ഞ് പൂർണ്ണമായ മനസ്സോടെ നിർവഹിക്കുന്നുവെന്ന് നാം ബോധ്യപ്പെട്ട ദൈവസ്നേഹത്തോടു കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ അത് അനുഗ്രഹത്തിന് കാരണമാകും. മകൾ പറയുന്നുണ്ട്, അവിടെ ചെന്നിട്ടും എനിക്ക് ക്ലേശങ്ങളായിരുന്നു. ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാവുന്നില്ല, അവർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പഠനം ക്ലേശമായി തുടങ്ങിയപ്പോൾ ഞാൻ വീണ്ടും അന്നുവരെ ആശ്രയിക്കാതിരുന്ന ഉടമ്പടി കാശുരൂപം എൻ്റെ കരങ്ങളിലെടുത്തു. അത് ഉടമ്പടി എടുത്ത് അവൾ 3 തവണ പുതുക്കി. ഇവിടുന്ന് വിദേശത്തേക്ക് എത്തുമ്പോഴും അവൾ പൂർണ്ണമായും ഉടമ്പടിയിലായിട്ടില്ല. ഇതൊരു പ്രോസസ്സാണ്. ചിലരിങ്ങനെ ബുദ്ധി ഉള്ളിടത്തോളം വൈകിയേ ഇത് വരുവുള്ളൂ. കാരണം യുക്തിയായിരിക്കും നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോന്ന് കിട്ടുമ്പോഴും നമ്മുടെ യുക്തി പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ഇത് ഞാൻ അങ്ങനെ പോയത് കൊണ്ടല്ലേ, ഇതിങ്ങനെ പഠിച്ചത് കൊണ്ടല്ലേ, ഇത് ഇത്തരത്തിൽ ചെയ്തത് കൊണ്ടല്ലേ, ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതനുസരിച്ച് ദൈവത്തോട് ഇങ്ങനെ എതിർ സംസാരം നടത്തിക്കൊണ്ടിരിക്കും. ഉടമ്പടിയിൽ ദൈവത്തോടുള്ള എതിർ സംസാരം നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ തടസ്സമായി മാറും. അതുകൊണ്ടാണ് ഇത് സറണ്ടറിങ് ആണ് എന്ന് പറയുന്നത്. പൂർണ്ണമായും ദൈവശക്തിയിൽ നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുക, പൂർണ്ണമായും ദൈവകൃപയിൽ നമ്മുടെ ജീവിതത്തെ നമ്മുടെ വിട്ടുകൊടുക്കുക, അത് വലിയ അനുഗ്രഹങ്ങളിലേക്ക് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കും. മകൾ പറയുന്നുണ്ട്, ഇന്ന് ഈ അൾത്താരയിൽ നിൽക്കുമ്പോൾ അമ്മ മാതാവിലൂടെ ഈശോ നൽകിയ അനുഗ്രഹങ്ങൾ എണ്ണിയെടുക്കുവാനും മാത്രം എനിക്കുണ്ട്. കടബാധ്യതകൾ മാറി വന്നു, കുടുംബത്തിൽ സമാധാനം കൂടി വന്നു, എൻ്റെ തന്നെ ജീവിത വിഷയങ്ങൾ പരിഹരിച്ചു വന്നു. അമ്മ മാതാവിനെ ഉടമ്പടി ജീവിതത്തിൽ വിശ്വസ്തയോടുകൂടി ജീവിക്കുവാൻ ഓരോ ദിവസവും ഇന്ന് സാധിക്കുന്നുണ്ടെന്ന്. പ്രിയമുള്ളവരെ, മകൾ പറഞ്ഞ മറ്റെല്ലാ സാക്ഷ്യങ്ങളോടൊപ്പം അവരുടെ ജീവിതം തന്നെ എങ്ങനെ ഉടമ്പടിയിലുണ്ടായ കയറ്റിറക്കങ്ങൾ അതൊരു സ്ഥിരതയിലേക്ക് വന്നത്, ആ സ്ഥിരതയിലേക്ക് അമ്മയിൽ വിശ്വസിച്ചപ്പോൾ അത് അനുഗ്രഹത്തിന് കാരണമായതെങ്ങനെ,
നമ്മളോട് പങ്കുവയ്ക്കുകയാണ്. നമ്മുടെ ഉടമ്പടി ജീവിതത്തെ പരിശോധിക്കുക. അല്പവിശ്വാസത്തോടും സംശയത്തോടും കൂടിയാണോ നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? യുക്തിയാണോ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? ദൈവശരണത്തോടുകൂടി അമ്മയുടെ കരങ്ങളിലേക്ക് ജീവിതത്തിൻ്റെ ഏത് വലിയ വിഷയത്തെയും സങ്കടകരമായ പ്രശ്നത്തെയും ഏൽപ്പിച്ചു കൊടുക്കുക. അത്ഭുതകരമായ ദൈവിക പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനാവും. അമ്മ മാതാവ് നമ്മളെ സഹായിക്കും. ഈശോ കൂടെ നിന്ന് നമ്മളെ അനുഗ്രഹിക്കും. ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ജിത ഷൈജു, ഇതെൻ്റെ മകൻ ദാവീദ്. ഞങ്ങൾ എറണാകുളം മൗണ്ട് കാർമൽ ചർച്ച് ചാത്യാത് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 മാർച്ച് 20 ഇതെൻ്റെ 10ാമത്തെ ഉടമ്പടി പുതുക്കലാണ്. എൻ്റെ അൾത്താരയിലെ 2ാമത്തെ സാക്ഷ്യമാണ്. ഇന്ന് ഞാൻ എൻ്റെ മോന് വേണ്ടി ഒരു സാക്ഷ്യം പറയാനാണ് വന്നിരിക്കുന്നത്. ഇവന് ജനുവരിയിൽ ഒരു പനി വന്നു. ആ പനി കുറച്ച് കടുത്ത പനിയായിരുന്നു, ബ്ലഡിൽ ഇൻഫെക്ഷൻ ആയിട്ടുള്ളൊരു പനിയായിരുന്നു. അപ്പോൾ ഒരു 3-4 ദിവസം ഹോസ്പിറ്റലൈസ്ഡായി. അപ്പോൾ ആ സമയത്ത് കണ്ണിന് ഇവന് ചെറിയൊരു ഇൻഫെക്ഷൻ പോലെ ഒരു റെഡ്നെസ് വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് പനിയുടെ ഒരു കാഠിന്യം കൊണ്ട് വന്നതാണ്, ഒരു ഐ ഡ്രോപ്സ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 5 ദിവസത്തേക്കുള്ള ഐ ഡ്രോപ്സും കൂടെ തന്നു. അതിട്ടപ്പോൾ കണ്ണിൻ്റെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 3-4 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, പിന്നെ ഡിസ്ചാർജായി വീട്ടിൽ വന്ന് സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ആ റെഡ്നെസ് എൻ്റെ കണ്ണിൽ വരാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് പിന്നെ റിവ്യൂ പറഞ്ഞിരിക്കുന്ന ഒരു ഡേറ്റിൽ നമ്മൾ ചെന്നപ്പോൾ വീണ്ടും അത് പറഞ്ഞപ്പോൾ ആ ഐ ഡ്രോപ്സ് കണ്ടിന്യൂ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ വീണ്ടും ഐ ഡ്രോപ്സ് ഇടാൻ തുടങ്ങി. പക്ഷേ ഒരു കുറവ് തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നെ ആയി കഴിയുമ്പോഴത്തേക്കും അതവന് കണ്ണിൽ പീള കെട്ടുന്ന പോലെയായി. പീള കെട്ടുന്ന വെച്ചാൽ അറ്റത്തല്ല, കണ്ണിൻ്റെ കൃഷ്ണമണിയിൽ ഇങ്ങനെ പീള വന്നിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഇവന് കണ്ണിനിങ്ങനെ തുറക്കാനും അടക്കാനുള്ളൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇവൻ പെട്ടെന്ന് തന്നെ ഓടി കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് അതിങ്ങനെ എടുക്കും. നമുക്കൊന്നും എടുത്തു കൊടുക്കാൻ പറ്റത്തില്ല. കൃഷ്ണമണിയിൽ ഇരിക്കുന്നതുകൊണ്ട് ഇവൻ തന്നെ ഇവൻ്റെ വിരൽ വെച്ച് പതിയെ എടുക്കും. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു. നമ്മളിപ്പോൾ എല്ലാവരും കൂടെയൊക്കെ ഇരിക്കുമ്പോൾ ഇവൻ പെട്ടെന്ന് എഴുന്നേറ്റ് ഓടും. അപ്പോൾ നമുക്കറിയാം ഇത് കണ്ണിൽ പീള വന്നിട്ടുണ്ടെന്നറിയാം. അപ്പോൾ കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്ന് പതിയെ അതെടുത്ത് കളയും. അവസാനം നമ്മൾ എറണാകുളത്തൊരു പ്രശസ്തമായിട്ടുള്ള ഐ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് കോർണിയ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഡോക്ടറെ കണ്ടപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞത് സീവിയർ ആയിട്ടുള്ളൊരു ഇൻഫെക്ഷനാണ്. അപ്പം ഇവന് പക്ഷേ ചൊറിച്ചിലില്ല. അത് ഡോക്ടർക്ക് ഭയങ്കര അത്ഭുതമാണ്. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഭയങ്കര ചൊറിച്ചിലായിരിക്കും. ഇവനങ്ങനെ ചൊറിച്ചിലില്ല. ഇവൻ്റെ പ്രശ്നം ഈ പീള കെട്ടും. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ സ്കൂളിലൊക്കെ ആയിരിക്കുന്ന സമയത്താണ് ഇവൻ പറയും, അമ്മ ഞാൻ ഒരു കണക്കിനാണ് ഇത് എടുത്തതെന്ന് പറയും. അങ്ങനെ അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്യാതെ പറ്റില്ല. അപ്പോൾ ഒരു മൈൽഡ് സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്യാം, എന്നാലും ഇത് കംപ്ലീറ്റ് ആയിട്ട് പോകുള്ളൂ. അപ്പോൾ 1 മന്ത് സ്റ്റിറോയിഡ് യൂസ് ചെയ്തിട്ട് റിവ്യൂവിന് വരാൻ പറഞ്ഞു. അപ്പോൾ ഇത് ഈ സ്റ്റിറോയിഡ് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് പതിയെ കുറയാൻ തുടങ്ങി. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം വന്നിട്ട് പറഞ്ഞു അമ്മേൻ്റെ കഴുത്തിൽ കണ്ട ഒരു മുഴ പോലെയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കുമ്പം ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും നീരിറങ്ങുന്നതായിരിക്കും, ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പിന്നത്തെ റിവ്യൂവിന് ചെന്നപ്പോൾ ഇത് ഡോക്ടറെ കാണിച്ചു. അപ്പോഴത്തേക്ക് ഈ കണ്ണിനിടുന്ന സ്റ്റിറോയിഡിൻ്റെ സൈഡ് എഫക്റ്റ് ആണോ എന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഐ ഡോക്ടറിനെ വിളിച്ചപ്പോഴത്തേക്ക് അത് സ്റ്റോപ്പ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തോളാൻ പറഞ്ഞു. പിന്നെ നമ്മൾ വേറെ ഡ്രോപ്സ് ഒരെണ്ണമല്ല ഒരു 2-3 ടൈപ്പ് ഡ്രോപ്സ് ഉണ്ടായിരുന്നു, മാറി ഓരോ സമയത്ത് ഇടാനുള്ള. അപ്പോൾ അതങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കണ്ണിൻ്റെ ഇത് കുറയുന്നുണ്ടെങ്കിൽ ഐ ഡ്രോപ്സ് നമ്മൾ സ്റ്റിറോയിഡ് സ്റ്റോപ്പ് ചെയ്തു, പക്ഷേ ഇവൻ്റെ കഴുത്തിൽ ഇത് മാറുന്നില്ല, അത് കുറയുന്നില്ല. അപ്പോൾ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇന്ന് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ 7 ദിവസത്തെ ആൻറ്റിബയോട്ടിക്കാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ചെന്നപ്പോഴാണ് അറിയുന്നത് ഒരു മുഴയല്ല, ഇപ്പുറത്ത് 3 എണ്ണം ഉണ്ട്, ഇപ്പുറത്തും 3 എണ്ണം ഉണ്ട്, അങ്ങനെയാണുള്ളത്. അപ്പം നമുക്ക് കാണാൻ പറ്റുന്നത് ഒരെണ്ണം മാത്രം, അത് നല്ല വലുപ്പം. അത് ഇവൻ സംസാരിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെ ഇതിങ്ങനെ മുഴച്ചു വരും. അപ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കാണുന്നത്. എല്ലാവരും ചോദിക്കും എന്ത് പറ്റി മോൻ്റെ ഇവിടെ എന്ത് പറ്റി, അങ്ങനെ അതുപോലെ ഇരിക്കും. അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഇവൻ കഴിക്കുന്നുണ്ട്, പക്ഷെ നമുക്കിത് കുറയുന്നതായിട്ട് തോന്നുന്നില്ല. അങ്ങനെ 7 ദിവസം കഴിച്ച് നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞത് ബാക്കി 5 എണ്ണവും താന്നിട്ടുണ്ട്, ഇതൊരെണ്ണം താന്നിട്ടില്ല. എന്നൊരു 3 ദിവസം കൂടെ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞ ആൻറ്റിബയോട്ടിക്. അതിൻ്റെ കൂടെ ബ്ലഡ് ടെസ്റ്റിന് എഴുതുന്ന ഒരുപാട് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബ്ലഡ് ചെക്ക് ചെയ്യാൻ പോയപ്പോഴേക്കും എനിക്കിങ്ങനെ എന്തെങ്കിലും ടെസ്റ്റൊക്കെ പറയുമ്പോൾ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ ബ്ലഡ് ചെക്ക് ചെയ്യാൻ പോയപ്പോഴത്തേക്കൊക്കെ മാതാവിൻ്റെ തൈലവും കൂടെ കൊണ്ടുപോയി ആ ഒരു ബോട്ടിലിൽ മാതാവിൻ്റെ തൈലം വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടൊക്കെയാണ് ബ്ലഡ് ഞാൻ കൊടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് നോക്കിയപ്പം വലിയ കുഴപ്പമില്ല, പക്ഷേ ഇത് റിസൾട്ടിൽ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ ഇവൻ്റെ ഇത് പോകുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഒരു 10 ദിവസം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യ്, എന്നിട്ട് നോക്കുക, എന്നിട്ട് മാറിയില്ല എന്നുണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 10 ദിവസം കഴിഞ്ഞ് 10 ദിവസമായിട്ട് ഇതിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ വീണ്ടും നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു
ഇനിയിപ്പോൾ ഇത് ഒന്ന് ബയോപ്സി ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നമ്മൾ പേടിക്കുന്നത് അതുപോലത്തെ എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ വേണ്ടി വരുമോ അങ്ങനത്തെ ഒരു പേടിയായിരുന്നു. അപ്പോൾ ഈ ബയോപ്സി എന്ന് കേട്ടപ്പോൾ തന്നെ നമ്മളാകെ ഇതായത് ചെയ്ത് നോക്കേണ്ടി വരും, കാരണം ആൻറ്റിബയോട്ടിക് 10 ദിവസം എടുത്തു, എന്നിട്ട് ഇതിനൊരു ഇത്തിരി പോലെ എൻ്റെ സൈസ് മാറുന്നില്ല, അപ്പോൾ പിന്നെ നമുക്ക് ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ആ ഒരു ദിവസം നമ്മൾ ഭയങ്കരമായിട്ട് ഒരു തകർന്ന ദിവസമായിരുന്നു. അപ്പോഴും എൻ്റെ ഒരു ധൈര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഉടമ്പടിയിലാണ്, അതാണ് എൻ്റെ ഏറ്റവും വലിയ ധൈര്യം. അത് ആ ധൈര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, കാരണം അത്ര ഒരു പ്രതിസന്ധി വന്നാലും അമ്മ കൂടെയുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ പറയാനുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് ഇവനെ കാണുമ്പോൾ വിഷമം വരും. ഞങ്ങൾക്ക് 9 വർഷം കഴിഞ്ഞിട്ട് കിട്ടിയൊരു മോൻ, അപ്പം ഇവൻ എന്തെങ്കിലും ആയെന്ന് പറഞ്ഞു. അപ്പം ഞാനത് മാതാവിനോട് പറയുകയും ചെയ്തു, വേറെ ഏത് മേഖലയിൽ എനിക്കൊരു പരീക്ഷണം തന്നാലും ചിലപ്പോൾ ഞാൻ പിടിച്ച് നിൽക്കും, പക്ഷേ ഇവൻ്റെ ഒരു വിഷയത്തിൽ ഞാനും അതെ ഹസ്ബൻഡും അതെ ഞങ്ങൾക്ക് 2 പേർക്ക് താങ്ങാൻ പറ്റത്തില്ല. അപ്പം എൻ്റെ മനസ്സിൽ എന്തോ ഒരു വലിയ സഹനം വരാൻ പോകുന്നുണ്ട് അങ്ങനത്തെ ഒരു ചിന്തയാണ്. അപ്പം ഞാൻ മാതാവിനോട് പറയും, എന്ത് സഹനമാണെങ്കിലും അത് കണ്ടു നിൽക്കാനുള്ളൊരു കരുത്ത് തരണം. അതാണ് ആദ്യം ഞാൻ പ്രാർത്ഥിച്ചത്. പിന്നെ മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ മാറ്റി തരണമെന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് സ്കാനിങ്ങിന് എഴുതി തന്നിട്ടുണ്ട്, TB ടെസ്റ്റും ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു. സ്കാനിങ് പിറ്റേ ദിവസം തന്നെ ചെയ്തു. അപ്പോൾ സ്കാൻ ചെയ്ത ഡോക്ടറോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഒരു കോഴ്സ് ആൻറ്റിബയോട്ടിക്കും കൂടെ എടുത്തിട്ട് മാറിയില്ല എന്നുണ്ടെങ്കിൽ FNAC ടെസ്റ്റ് കൂടെ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സ്കാനിങ് റിപ്പോർട്ടായിട്ട് നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പം ഡോക്ടർ അപ്പം തന്നെ പറഞ്ഞു, ഇല്ല ഇനി ആൻറ്റിബയോട്ടിക് എടുക്കണ്ട, ഉടനെ തന്നെ പീഡിയാട്രിക് സർജനെ റെഫർ ചെയ്തു, അങ്ങോട്ട് തന്നെ ഇന്ന് തന്നെ കൊണ്ടുപോകണം, പെട്ടെന്ന് തന്നെ നാളെ തന്നെ എടുത്തിട്ട് അത് ടെസ്റ്റിന് അയക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ നമുക്ക് പേടി. അപ്പം തന്നെ പോയി സർജറി എന്നൊക്കെ പറയുമ്പോൾ ഇവൻ്റെ മുമ്പിൽ എന്ന് പറയുമ്പോൾ ഇവനും ടെൻഷനാണ്, സർജറി വേദന എടുക്കുക എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു ഡോക്ടറിനെ കൂടെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാമെന്ന് പറഞ്ഞ് നമ്മൾ വേറെ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അപ്പോൾ ഞാൻ അപ്പം തന്നെ അവിടെ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ പറഞ്ഞ് ഒന്നും ചെയ്യേണ്ടി വരികയില്ല, നമുക്ക് ജോസഫ് അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ബ്ലെസ്സിങ് മേടിക്കാൻ കൃപാസനത്തിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പം അപ്പോൾ ആ ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നതിന് മുന്നേ തന്നെ ഞാനിവിടെ വന്നു. അന്ന് ഇവിടെ 10ാം ക്ലാസ്സിൻ്റെ എക്സാം പിറ്റേ ദിവസം സ്റ്റാർട്ട് ചെയ്യുക, ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ഇവനെയും കൊണ്ട് വന്നിട്ട് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എൻ്റെ കുഞ്ഞിൻ്റെ ഒരു രോഗാവസ്ഥയ്ക്ക് വേണ്ടി ഞാനിവിടെ അച്ഛൻ്റെ ടോക്കൺ എടുക്കാൻ നിൽക്കുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഞാനവിടെ നിൽക്കുമ്പോൾ എനിക്കിങ്ങനെ കണ്ണീർ നിന്ന് ഒഴുകും, ഇവനെ കാണുമ്പോൾ എനിക്കൊരു വിഷമം വരും. അപ്പോൾ ഓരോ രോഗാവസ്ഥയിലുള്ള ഇങ്ങനെ ക്യാൻസർ പേഷ്യൻറ്റ്, ഹാർട്ട് പേഷ്യൻസ് അങ്ങനെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാനിത് ഏത് രോഗാവസ്ഥയിലാണ് ഇത് കൊണ്ടുചെല്ലേണ്ടതെന്ന് എനിക്കറിയത്തില്ല, ഭയങ്കര തിരക്കും. അപ്പോൾ ഞാനിങ്ങനെ കരയുന്ന ഒരു ബ്രദർ കണ്ടിട്ട് എന്താ കാര്യം ചോദിച്ചപ്പം എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. ഞാനിവൻ്റെ കഴുത്തിങ്ങനെ തൊട്ട് കാണിച്ചു. അപ്പം മുഴ കണ്ടപ്പോൾ ബ്രദറിനെ മനസ്സിലായി. എനിക്ക് പെട്ടെന്ന് ഉള്ളിലേക്ക് വിട്ട് എനിക്ക് ടോക്കൺ തന്നു. അപ്പോൾ ടോക്കൺ തന്ന് ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല. വേഗം ഇവിടെ അച്ഛൻ്റെ കാണാൻ വേണ്ടി വന്നപ്പോൾ അതിലെഴുതിയിരുന്നത്, ഞാൻ ബ്രദറിനോട് ഞാൻ കരഞ്ഞുകൊണ്ടാണല്ലോ കാര്യങ്ങൾ പറയണം. അപ്പം എൻ്റെ പറച്ചിലിൻ്റെ കുഴപ്പമായിരിക്കും, ബ്രദർ അതിലെഴുതിയിരുന്നത് കണ്ണിൽ മുഴകൾ TB ടെസ്റ്റ് എന്ന് എഴുതിയിരുന്നു. അപ്പോൾ കഴുത്തിൻ്റെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ പിന്നെ തിരിച്ച് കയറണമെങ്കിൽ ഭയങ്കര തിരക്കാം. അപ്പോൾ ഞാൻ ഇവിടെ സിസ്റ്ററിനോട് പറഞ്ഞു എൻ്റെ കഴുത്തിലും മുഴയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ അച്ഛനോട് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ അച്ഛൻ്റെ ബ്ലെസ്സിങ്ങിന് വേണ്ടി നിന്നപ്പം അച്ഛൻ പെട്ടെന്ന് ഇവൻ്റെ തലയിൽ തൊട്ട് പ്രാർത്ഥിച്ചു, സൈത്ത് കണ്ണിൽ പുരട്ടിയപ്പോൾ ഞാൻ പെട്ടെന്ന് ഇവൻ്റെ കഴുത്തിങ്ങനെ കാണിച്ചു കൊടുത്തു മുഴ. അപ്പോൾ പെട്ടെന്ന് അച്ഛൻ അവിടെയും തൊട്ട് പ്രാർത്ഥിച്ച് സൈത്ത് പുരട്ടി തന്നു. അങ്ങനെ അതെനിക്ക് വലിയൊരു ആശ. ഇവിടെ വരുമ്പോൾ എനിക്കറിയത്തില്ല, ഇത് ഈ ഒരു അവസ്ഥയിലല്ലെങ്കിലും കൃപാസനത്തിലേക്ക് കാലെടുത്ത് കുത്തുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഏതോ ഒരു സ്ഥലത്ത് എത്തിയ പോലെ ഭയങ്കര ഒരു ആശ്വാസമാണ് കിട്ടുന്നത്. അപ്പോൾ അന്ന് തിരിച്ചു പോയിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇവൻ്റെ കണ്ണിൽ ഇവനൊരു 9 മാസം തുടങ്ങി കണ്ണിന് ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അത് മാറിയൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അന്ന് തുടങ്ങി ഡ്രോപ്സ് ഒഴിച്ച് ഒരു വിധമായേക്കണം. അപ്പം ഇനി ഞാൻ കണ്ണിൽ ഞാൻ മരുന്നൊഴിക്കുകയല്ല, ജോസഫ് അച്ഛൻ സൈത്ത് വെച്ച് വന്നിട്ടുണ്ട്, ഇനി കണ്ണിൽ ഞാൻ മരുന്നൊഴിക്കത്തില്ല, അതുകൊണ്ട് എന്നെ പരീക്ഷിക്കരുത്. എൻ്റെ കണ്ണിൻ്റെ കാരണം നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല, ആ ഒരു പീളവ് കൃഷ്ണമണി നമ്മളിങ്ങനെ കൊണ്ട് കാണിച്ചു വരും, കൃഷ്ണമണിയിൽ ഇങ്ങനെ ഇരിക്കണം കാണാം. അപ്പോൾ അതുകൊണ്ട് ഞാനിനി മരുന്നൊഴിക്കുകയല്ല, എനിക്ക് മാതാവായിട്ട് തന്നെ മാറ്റി തരണമെന്ന് പറഞ്ഞു. പിന്നെ വേറെ ഡോക്ടറിൻ്റെ അടുത്ത് നമ്മൾ പോയപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ സർജറിയിലേക്ക് പോകേണ്ട, ഒരു കോഴ്സ് ആൻറ്റിബയോട്ടിക്കും കൂടെ എടുത്ത് നോക്കാം, എന്നിട്ട് മാറിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം FNAC ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ആൻറ്റിബയോട്ടിക്. അപ്പോൾ അത് ഈ മരുന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് കഴിക്കണതിൻ്റെ ഒരു വിഷമവും വേറെ ഉണ്ട്, ഇവൻ്റെ കണ്ണിൻ്റെ ഒരു ഇത്. അപ്പോൾ നമുക്ക് ആകെ ഒരു മാനസികമായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. മക്കൾക്ക് വയ്യാതെ വന്ന എല്ലാവർക്കും അറിയാൻ നമ്മൾ തളർന്നു പോകും, വേറെ ഏതെന്തുവാണെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കും. ഇവരുടെ ഒരു വയ്യായ്ക കണ്ടാൽ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ പിന്നെ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴും ഞാൻ മാതാവിനോട് പറയാനുണ്ട്, മരുന്ന് കൊണ്ട് മാറാനുള്ളതാണെങ്കിൽ മാറ്റി തന്നേക്ക്, ഇല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിൻ്റെ ഇഷ്ടം അതുപോലെ ചെയ്തു. എനിക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ ഞാൻ എൻ്റെ രൂപത്തിൻ്റെ അവിടെയുള്ള മാതാവിൻ്റെ അടുത്ത് പോയി നിന്ന് സംസാരിക്കും, കരയും. ആ സമയത്തൊക്കെ എല്ലാ ദിവസവും രാവിലെ ഡെയിലി ബ്രെഡിൽ ഞാൻ കമൻറ്റ് ഇടുമായിരുന്നു. എൻ്റെ കണ്ണിൻ്റെ ഈ അലർജിയും കഴുത്തിൻ്റെ മുഴയും എല്ലാ ദിവസവും ദാവീദിൻ്റെ പേര് പറഞ്ഞ് ഞാൻ കമൻറ്റ് ഇടുമായിരുന്നു. അത് കഴിയുമ്പോൾ കണ്ണീരോടുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും എന്നുള്ളതിന് എനിക്ക് ഇതിന് മുന്നേ ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരഞ്ഞ് മാതാവിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കും, എന്നെ സഹായിക്കണം, കാരണം ഇത്രയും കരഞ്ഞ് ഞാൻ മേടിച്ചൊരു കൊച്ചയച്ചോടെ കഴിയുന്നത്. അപ്പോൾ ആ കൊച്ചിനെ എനിക്ക് ഇനിയും വളർത്തണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു.
അത് കഴിഞ്ഞ് വീണ്ടും ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ പേടിക്കുന്ന ഒരു അസുഖം ഉണ്ടല്ലോ, ആ അസുഖമാണെങ്കിൽ ഇതിൻ്റെ സൈസ് കുറയത്തില്ല, അപ്പം നിങ്ങളെപ്പോഴും ഇത് വിരൽ വെച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ സൈസ് ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കണം, ഇത്ര സെൻറ്റിമീറ്റർ എന്നൊക്കെ പറഞ്ഞു തന്നു. ഞാനാണെങ്കിൽ 24 മണിക്കൂർ പിന്നെ എൻ്റെ അടുത്ത് വരുമ്പോഴൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയും, നീ ഇപ്പോഴും നോക്കണ്ട, ഇടയ്ക്ക് മാത്രം നോക്കിയാൽ മതി എന്ന് പറയും. പിന്നെ ഡോക്ടറെ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു 3 ദിവസത്തെ ആൻറ്റിബയോട്ടിക് കൂടെ ഒന്നും കൂടെ കഴിച്ചു നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ മൊത്തം 20 ദിവസത്തെ ആൻറ്റിബയോട്ടിക്കായി. അപ്പോൾ ഞാൻ പിന്നെ മാതാവിനോട് പറഞ്ഞു, ഇനി എൻ്റെ കൊച്ചിന് ഞാൻ ആൻറ്റിബയോട്ടിക് കൊടുക്കുകയില്ല, കാരണം 20 ദിവസം കഴിച്ചിന് വേണ്ട. അപ്പോഴൊക്കെ ഞാൻ ഈ മരുന്ന് കൊടുക്കുമ്പോഴും തൈലമിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവന് സ്കൂളിൽ കൊടുക്കുന്ന വെള്ളത്തിലൊക്കെ മാതാവിൻ്റെ ഉപ്പിട്ടൊക്കെയാണ് ഞാൻ കൊടുത്തു വിടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഞാൻ ആരോട് പറഞ്ഞു, ഞാൻ ഈ കണ്ണിൻ്റെ മരുന്ന് നിർത്തിയത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എല്ലാവരും ഇങ്ങനെ ചോദിക്കുമല്ലോ എന്താണ്. പിന്നെ ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പം, എൻ്റെ 9ാമത്തെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ ഈ നിയോഗം കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. കൊച്ചിൻ്റെ കണ്ണിൻ്റെ അലർജിയും കഴുത്തിൻ്റെ മുഴയും അത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ആൻറ്റിബയോട്ടിക് കൊടുത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞു, ഇനി ഞാൻ ആൻറ്റിബയോട്ടിക് നിർത്തി. അപ്പോൾ കണ്ണിൻ്റെ പതിയെ കുറയാൻ തുടങ്ങി. ആദ്യത്തെ 2 ദിവസം മരുന്നൊഴിക്കാതെ അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ലായിരുന്നു. 3ാമത്തെ ദിവസം ഭയങ്കരമായിട്ട് കൂടി കണ്ണിന്. അപ്പോൾ എനിക്ക് പേടിയായി, ദൈവമേ ഞാൻ മരുന്ന് നിർത്തി, ഇനി ആദ്യം തുടങ്ങേണ്ടി വരുമോ. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ അമ്മേനെ വിശ്വസിച്ച് ഞാൻ നിർത്തിയതാണ്, എന്നെ പരീക്ഷിക്കരുത്, ഞാൻ അറിയാണ്ടിരുത്ത് മരുന്നൊഴിച്ചു പോകും എന്നിങ്ങനെ കണ്ണിൻ്റെ കാണുമ്പം, അതുകൊണ്ട് എനിക്കിത് മാറ്റിത്തരണം, ഞാൻ മരുന്ന് എന്തായാലും ഇന്ന് ഇവൻ ഇത്രയും കൂടുതലാണ്, ഞാൻ ഒഴിക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് മാത്രം അത് കൂടിയത്. പിന്നെ ഇപ്പോൾ ഒരു 10-12 പ്രാവശ്യം അത് വരുമായിരുന്നു. അത് പിന്നെ ഒരു 8 പ്രാവശ്യം 5 പ്രാവശ്യം അങ്ങനെ കുറഞ്ഞു വന്ന് കണ്ണിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് അതിലൊരു മാറ്റം കിട്ടി. പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു. മാതാവിൻ്റെ തൈലം മാത്രമാണ് ഞാൻ മരുന്ന് മാറ്റിയിട്ട് ഉപയോഗിച്ചത്. പിന്നെ ഞാൻ കഴുത്തിന് ഇതേപോലെ വിശ്വാസ പ്രമാണം ചൊല്ലി എന്നും തൈലം തേച്ച് രാവിലെയും പ്രാർത്ഥിക്കും. മരുന്ന് എപ്പോഴൊക്കെ കൊടുക്കണം അപ്പോഴൊക്കെ ഞാൻ തൈലം തേച്ച് പ്രാർത്ഥിക്കും. ദാവീദ് ഒരുപാട് പ്രാർത്ഥിക്കും മാതാവിൻ്റെ അടുത്ത്. മാതാവിനോട് അവനും പ്രാർത്ഥിക്കും, അവനും തൈലം തൊട്ട് താമേന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരും. അപ്പം അങ്ങനെ ഒരുപാട് പ്രാർത്ഥിച്ച് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകാനേ നമുക്ക് പേടി. ഇനി അടുത്ത ഡോക്ടറിന് എന്താ പറയുന്നതെന്നുള്ളൊരു പേടിയായിരുന്നു. അങ്ങനെ തൈലം തൊട്ട് പ്രാർത്ഥിച്ചൊരു 1 മാസത്തിനുള്ളിൽ പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയില്ല പേടിച്ചിട്ട്. നോക്കിയപ്പോഴത്തേക്ക് പതിയെ എൻ്റെ സൈസ് ചെറുതാവുന്നുണ്ട്. അപ്പോൾ ഒരു ആശ്വാസമായി. പിന്നെ മാതാവിന് നന്ദി പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുക. പിന്നെ ഞാൻ അതിനാ പ്രാർത്ഥിക്കുക, എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയണം, എൻ്റെ കൊച്ചിൻ്റെ ഇത് പൂർണ്ണമായിട്ട് മാറിയാലേ എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റുള്ളൂ, അതിനോട് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് ധ്യാനം കൂടുമ്പോഴും ഡെയിലി ബ്രെഡിലൊക്കെ ഞാൻ സാക്ഷ്യം. അപ്പോൾ ആ സമയത്ത് ഡെയിലി ബ്രെഡിൽ വേറൊരു കൊച്ചിന് ഇതുപോലെ FNAC ടെസ്റ്റിൻ്റെ ഒരു കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ ആ കൊച്ചിനും കൂടെ വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇപ്പം അത് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഞാനപ്പോൾ എൻ്റെ ഒരു സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് ഡോക്ടറുടെ ഇത് വേണം. അപ്പോൾ ഞാൻ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി, 2 പേരുടെ അടുത്ത് കൊണ്ടുപോയി ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതേപോലെ വന്ന് ഇത്ര ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിച്ചതാണ്. അപ്പോൾ 2 പേരും നോക്കിയിട്ട് പറഞ്ഞു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു. അതിനും പൂർണ്ണമായിട്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ആ മരുന്ന് കഴിക്കുന്ന സമയത്ത് ഞാൻ തൈലം ഇടുന്നുണ്ട്, അന്നത് മാറിയാൽ അത് മരുന്ന് എന്നുള്ളൊരു ഇതും കൂടെ അതിൻ്റെ അകത്തുണ്ട്, മരുന്ന് കൊണ്ട് മാറിയെന്ന് വരും. ഇത് മരുന്നില്ലാണ്ട് തൈലം മാത്രം ഉപയോഗിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അമ്മയുടെ ഇടപെടൽ കൊണ്ട് മാത്രം എൻ്റെ കുഞ്ഞിന് സൗഖ്യം കിട്ടുക എന്നുള്ളൊരു സാക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് വന്നത്. അപ്പോൾ ഞാൻ ഇവനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ബൈബിൾ വായിക്കുമ്പം എനിക്ക് 2 വചനങ്ങൾ കിട്ടി. ഒരു വചനം, ഇത് ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യേക ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാൻ വേണ്ടി. അതെനിക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. അപ്പോൾ ആ ഒരു വചനവും ഞാൻ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കും. പിന്നെ തൻ്റെ പരിശുദ്ധ ദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാൻ അവിടുത്തെ കൈകൾ ഉയർത്തണമേ എന്നുള്ളൊരു വചനം, അതിവൻ്റെ തലയിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ആ 2 ഇതിൽ നിന്നും പൂർണ്ണമായിട്ടും സൗഖ്യം കിട്ടി. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു സാക്ഷ്യം അതാണ്. പിന്നെ എൻ്റെ ഒരു ഉടമ്പടി നിയോഗമായിരുന്നു, എൻ്റെ ഹസ്ബൻഡിന് ബിസിനസ്സാണ്. അപ്പം ഒരു GSTയുടെ വിഷയം വന്നിട്ട് ഒരു 2 ലക്ഷം രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞ് നോട്ടീസ് വന്നു. അപ്പോൾ ഞങ്ങൾക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് ഈ നോട്ടീസ് തന്നു. അപ്പോൾ ഒരുപാട് എമൗണ്ട് കൂടുതലുള്ളവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ എൻ്റെ 4ാമത്തെ ഉടമ്പടി പുതുക്കുന്ന സമയത്തായിരുന്നു ഈ ഒരു ഇഷ്യൂ വന്നത്. അപ്പോൾ എന്തായാലും ഇത് അടയ്ക്കേണ്ടി വരേണ്ടതാണെന്ന് അക്കൗണ്ടൻറ്റ് പറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രശ്നമല്ല ഇത് ഒരുപാട് പേർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ ഇത് ഇടപെട്ട് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണം, ഇത് അടയ്ക്കേണ്ടി വരുമെന്ന്, ഇത്ര ഒരു എമൗണ്ട് നമ്മൾ അടയ്ക്കേണ്ടത് നമുക്ക് പറ്റത്തില്ല, അപ്പോൾ അതിനുള്ള ഒരു വഴി കാണിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ബാക്കി കൂടുതൽ എമൗണ്ട് ഉള്ള എല്ലാവരും കൂടെ അതൊരു കേസ് ഫയൽ ചെയ്തു. അപ്പം ഈ നോട്ടീസ് വന്ന എല്ലാവരും അതിൽ ഉൾപ്പെടുത്തി. അപ്പോൾ അതിൽ നമ്മളും ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ വിധി വന്നു. 1 രൂപ പോലും ആർക്കും അടയ്ക്കേണ്ടി വന്നില്ല. അതും പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ മൂലം കിട്ടിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു. ഈ 2 സാക്ഷ്യമാണ് ഞാനിപ്പോൾ എൻ്റെ ദൈവനാമഹത്വത്തിനായിട്ട് സമർപ്പിക്കുന്നത്. പിന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തരുന്നുണ്ട്. അതിനൊക്കെ ഓരോ ദിവസവും നമ്മൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ, എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഉടമ്പടി മൂലം വന്നൊരു മാറ്റമെന്ന് പറഞ്ഞാൽ നിത്യജീവനെക്കുറിച്ചുള്ളൊരു ബോധ്യമാണ്. അത് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു സമ്പത്തായിട്ട് ഞാൻ കരുതുന്നത് അത് മാത്രമാണ്. നിത്യജീവൻ എന്നൊരു ഇതുണ്ട്, അതിനുവേണ്ടി ജീവിക്കണം എന്നുള്ളൊരു ബോധ്യമാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്പത്ത്. അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന മുടക്കാതിരിക്കാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ വിശുദ്ധ കുർബാന,
അതൊക്കെ നമ്മൾ കാര്യമായിട്ട് ഇപ്പോൾ അതുപോലെ ഇവനെ പ്രാർത്ഥനയിൽ കൊണ്ടുവരണം, അത് ഒരു വലിയൊരു ആഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവനെയും ഞാൻ പ്രാർത്ഥിപ്പിക്കാറുണ്ട്. ഇവൻ എല്ലാ പ്രാർത്ഥനകളും അറിയാം, കൃപാസനത്തിലെ പ്രാർത്ഥനകളൊക്കെ ആണെങ്കിലും അവനും പ്രാർത്ഥിക്കും. ധ്യാനം കൂടുമ്പോഴും ഈ ആരാധനയുടെ സമയത്തൊക്കെ, അന്നും ഇവന് വയ്യാതിരുന്ന സമയത്തൊക്കെ ആരാധനയുടെ ഞാൻ ഇതുപോലെ ധ്യാനം കൂടിയിട്ടില്ലെന്ന് പറയാം. കാരണം ധ്യാനം തുടങ്ങുമ്പോൾ കരയണ വരെ ഞാൻ കരയുമായിരുന്നുണ്ട്, എൻ്റെ കൊച്ചിനെ സൗഖ്യപ്പെടുത്തുന്നതിന് പറഞ്ഞിട്ട് അതുപോലെ ഞാൻ ധ്യാനം കൂടിയിട്ടേ ഇല്ല. അപ്പോൾ ആ സമയത്തും ആരാധനയുടെ സമയത്ത് ഞാൻ ഇവനെ വിളിച്ചിരുത്തിയിട്ട് പ്രാർത്ഥിപ്പിക്കാറുണ്ടായിരുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയുന്നത് ഞങ്ങൾ ചെയ്യുന്നത് എല്ലാ മാസവും അവസാന ഞായറാഴ്ച ഞങ്ങളൊരു 50-55 പേർക്കുള്ള ഫുഡ് ഞങ്ങളുണ്ടാക്കി അത് വഴിയരികിലുള്ള ഭക്ഷണം കിട്ടാതെ കിടക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ കൊണ്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഹസ്ബൻഡും മോനും കൂടെ കൊണ്ടുപോയാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന സാമ്പത്തിക സഹായം എന്തെങ്കിലും രോഗാവസ്ഥയിലുള്ളവർക്കോ അല്ലാത്തവരോ ചോദിച്ച് നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് പത്രം. പിന്നെ നമ്മൾ ഒരു തമിഴ്നാട്ടിലൊരു സ്ഥലത്ത് പത്രം കിട്ടാൻ സാധ്യതയില്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ വളരെ അവിചാരിതമായി കണ്ടുമുട്ടിയൊരു സിസ്റ്റർ വഴി അവിടത്തേക്ക് എല്ലാ മാസവും തമിഴ് പത്രവും ഇംഗ്ലീഷ് പത്രവും 5 കെട്ട് വാങ്ങി അയക്കാറുണ്ട്. പിന്നെ അതുപോലെ സാക്ഷ്യങ്ങളും ഡെയിലി ബ്രെഡും അതെല്ലാം എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസായിട്ട് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ പ്രൊഫൈൽ പിക്ചർ 2 വർഷമായിട്ട് കൃപാസന മാതാവിൻ്റെ പ്രൊഫൈൽ പിക്ചർ. അപ്പോൾ അത് കാണുമ്പോഴും എൻ്റെ സ്റ്റാറ്റസ് കാണുമ്പോൾ എല്ലാവർക്കും അറിയാം ഞാൻ കൃപാസനത്തിൽ വരുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും കൃപാസനത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് ഒരുപാട് പേര് ചോദിക്കും, അവിടെ എങ്ങനെയാണ് എപ്പോഴാണ് ചെല്ലേണ്ട സമയവും കാര്യങ്ങളും എന്തൊക്കെയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രാർത്ഥന സഹായമൊക്കെ ഉണ്ടെങ്കിലും ഞാൻ കൃപാസനം അമ്മയുടെ മോളാണെന്നുള്ളൊരു രീതിയിൽ അവരെന്നെ സമീപിക്കാറുണ്ട്. പിന്നെ എന്തെങ്കിലും മോശമായിട്ടുള്ള വീഡിയോസ്, നെഗറ്റീവ് വീഡിയോസ് കൃപാസനത്തെക്കുറിച്ച് വരുമ്പോൾ ഞാൻ അതിൻ്റെ താഴെ കമൻ്റ് ഇടും, ഞാൻ കൃപാസന അമ്മയുടെ മോളാണ്, എനിക്ക് ഇത്ര അനുഗ്രഹങ്ങൾ കിട്ടിയ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞ് ഞാൻ കമൻ്റ് ഇടും. ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന് തന്നുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ദാവീദ് ഷൈജു. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഈശോപ്പച്ചൻ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. എൻ്റെ കഴുത്തിലെ മുഴ മാറ്റി തന്നു, എൻ്റെ കണ്ണിലെ അലർജി മാറ്റി തന്നു, എന്നെ നല്ല കുട്ടിയായിട്ട് വളർത്തുന്നുണ്ട്, എനിക്ക് നല്ല പാരൻസിനെ തന്നു. എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന ഈശോപ്പച്ചനും കൃപാസന മാതാവിനും 1000 നന്ദി. ജെറമിയ 17:14 കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. ജിത എന്ന ഈ സഹോദരി തൻ്റെ മകന് വേണ്ടി ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച 2 സൗഖ്യാനുഭവങ്ങളെ അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. കുഞ്ഞിൻ്റെ കൃഷ്ണമണിയിൽ ഉണ്ടായിരുന്ന പാടകിട്ടുന്ന അലർജിയുടെ രോഗവും കഴുത്തിൽ വന്ന ഒരു മുഴ സംബന്ധിച്ചുള്ള മാറാതെ നിന്നതിൻ്റെ പ്രയാസങ്ങളും സഹോദരി തൻ്റെ വാക്കുകളിലൂടെ നമ്മളോട് പങ്കുവച്ചു. അത് മരുന്നുകൊണ്ട് പ്രയോജനമില്ലാതെ നിന്ന കാലത്ത് ജോസഫച്ചൻ്റെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ കണ്ണിന് പൂർണ്ണ സൗഖ്യം ലഭിച്ചതും അതോടൊപ്പം ഉടമ്പടി തൈലവും ഉടമ്പടി തേനും ഉപയോഗിക്കുകയും ഉടമ്പടി ഉപ്പ് ഉള്ളിൽ കഴിക്കുകയും ചെയ്തതിലൂടെ ആ മുഴ താനെ മാറിപ്പോവുകയും അത് ഒരു പരിധിക്ക് ശേഷം മരുന്ന് പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട് ഉടമ്പടി നേർച്ചവസ്തുക്കളിൽ മാത്രം ആശ്രയിക്കുകയും ഉടമ്പടി നേർച്ചവസ്തുക്കളിലൂടെ മാത്രം പൂർണ്ണമായ സൗഖ്യം ലഭിക്കുകയും ചെയ്തുവെന്ന് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഓരോ ഉടമ്പടി നേർച്ചവസ്തുക്കളും അത് ദൈവശക്തി നിറയപ്പെട്ട് കൈമാറപ്പെട്ടതാണ്. ഓരോ ദിവസത്തെ ദിവ്യബലി അർപ്പണത്തിന് ശേഷവും ജോസഫച്ചൻ അത് നമുക്ക് വേണ്ടി ആശീർവദിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ തിരുസഭയുടെ അധികാരത്തിൽ 39 വർഷമായുള്ള അച്ഛൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ കൃപയാൽ യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ സംരക്ഷണയിൽ ആശീർവദിച്ച് നമുക്കത് കൈമാറുമ്പോൾ ആര് അത് വിശ്വാസപൂർവം ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുന്നുവോ ആ പ്രയോഗിക്കുന്ന ഇടങ്ങളിലും ഉപയോഗിക്കുന്ന വ്യക്തികൾക്കും അത് സംരക്ഷണത്തിനും സൗഖ്യത്തിനും ജീവിത പ്രശ്നങ്ങളുടെ പരിഹാരത്തിനും കാരണമായി തീരുന്നു. ഉടമ്പടി നേർച്ചവസ്തുക്കൾ വെറുതെ ഉപയോഗിക്കരുത്. ഉടമ്പടി നേർച്ചവസ്തുക്കൾ സംശയത്തോടെ ഉപയോഗിക്കരുത്. ഉടമ്പടി നേർച്ചവസ്തുക്കൾ കളിതമാശയ്ക്ക് ഉപയോഗിക്കരുത്. ഉടമ്പടി നേർച്ചവസ്തുക്കളെ നമ്മൾ ആദരവോടെ കാണുകയും ദൈവശക്തിയും ദൈവിക പ്രവർത്തനവും ഇത് ഉപയോഗിക്കുകയും ഇത് എവിടെയൊക്കെ നിക്ഷേപിക്കുന്നുവോ അവിടെ വേണമെന്ന പൂർണ്ണമായ ആഗ്രഹത്തോടും ദൈവസന്നിധിയിലെ പ്രാർത്ഥനയോടും കൂടിയാണ് നാം അത് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ നമുക്കത് എല്ലാം പ്രതീക്ഷയില്ലാത്ത അവസരങ്ങളിലും ഏറെ നാളായി പരിശ്രമിച്ച് പരാജയപ്പെട്ട വിഷയങ്ങളിലും അമ്മയുടെ കൃപയാൽ ഈശോയുടെ അനുഗ്രഹത്താൽ നമുക്കത് സൗഖ്യത്തിനും അനുഗ്രഹത്തിനും മേൽഗതിക്കും
തടസ്സങ്ങൾ മാറുന്നതിനുമുള്ള ഏറ്റവും വലിയ അടയാളങ്ങളായി ഈ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ജീവിതത്തിൽ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് എപ്പോഴും ഈ എൽത്താരയിൽ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്നത്. നമ്മുടെ അല്പവിശ്വാസവും അവിശ്വാസവും മാറുമ്പോഴാണ് ഉടമ്പടി നേർച്ച വസ്തുക്കൾ വിശ്വാസത്തോടെ നാം പ്രയോഗിച്ചു തുടങ്ങുന്നതും അനുഗ്രഹത്തിന് നമുക്കത് കാരണമായി തീരുന്നതും. ഓർക്കണമേ, അത് ദൈവശക്തിയാണ് നമുക്കതിലൂടെ കൈമാറുന്നത്. പരിശുദ്ധാത്മ ചൈതന്യമാണ് നമുക്കതിലൂടെ കൈമാറുന്നത്. നാം ശരണപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നവൻ രോഗത്തിന് സൗഖ്യവും ജീവിതക്ലേശങ്ങൾക്ക് പരിഹാരവും നൽകിക്കൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി നമ്മളെ ഓരോരുത്തരെയും ഒരുക്കുകയാണ്. സഹോദരി സൂചിപ്പിച്ചതുപോലെ എന്തിന് നമുക്കൊരു അനുഗ്രഹം തരുന്നു? അത് ദൈവത്തെ സ്നേഹിക്കുവാൻ, ദൈവത്തെ അറിയുവാൻ, നിത്യജീവന് വേണ്ടി ഈ ജീവിതത്തെ ഒരുക്കുവാനായിട്ട് നാം ഓരോ ദിവസവും ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നവരാണ്. ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, നമ്മുടെ ആത്മാവിനെ ദൈവത്തിന് ഉടമപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഒരു അനുഗ്രഹം ദൈവസന്നിധിയിൽ നിന്നും നാം ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത്. ആത്യന്തിക ലക്ഷ്യം മറന്നുകൊണ്ട് കേവല നേട്ടങ്ങൾക്ക് വേണ്ടി ഒരിക്കലും ഉടമ്പടി ജീവിക്കരുത്, നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കരുത്. സ്വർഗത്തിൻ്റെ സ്വന്തമാകുവാൻ വേണ്ടി ഉടമ്പടി ജീവിക്കുക. ഉടമ്പടിയിൽ വയ്ക്കുന്ന നിയോഗങ്ങൾ നമുക്കെപ്പോഴും അത് അനുഗ്രഹമായിരിക്കും. ഈ മകനും ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.